യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനം പ്രിയരെ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ കുടുംബജീവിതം, വിജയകരമായ കുടുംബജീവിതം നയിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ കുടുംബജീവിതം സക്സസ് ആയി ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുന്നത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം പണിയേണ്ടത്, കുടുംബ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ നയിക്കേണ്ടത്? അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യം ഉണ്ടായ ബിൽഡിംഗ് എന്താണ് പ്രിയരെ? കുടുംബമാണ്. കുടുംബമാണ് ആദ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ദൈവവചനങ്ങൾ പറയുന്നത് നോക്കൂ, നമ്മൾ എവിടെ നിന്നാണ് വന്നത്? അപ്പൊ ഇത് കുടുംബം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടേക്ക് തിരിച്ചു പോകണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, സമുദ്രത്തിലുള്ള മത്സ്യത്തിന് മേലും ആകാശത്തിലുള്ള പറവജാതികളുടെ മേലും കന്നുകാലികളുടെ മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന ഇഴജാതികളുടെ മേലും അവർക്ക് ആധിപത്യം ഉണ്ടായിരിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പൊ ഈ വചനത്തിന്റെ അകത്ത് ഈ പറയുന്ന വാക്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും, നമ്മൾ എവിടെ നിന്നാ വന്നത്? സ്വർഗത്തിലിരിക്കുന്ന പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. എന്താണ്? പിതാവിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ നമ്മളുടെ രൂപം എന്ന് പറയുന്നത് ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണെന്നാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? പിതാവിന്റെ അടുത്ത് നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ആദ്യം ദൈവം നമുക്ക് ഭൂമിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭൂമി മൊത്തം വാഴുവാനും ഇത് മുഴുവനും നിങ്ങൾ ഭരിക്കുവാനും, എന്താ പറയണേ, സമുദ്രത്തിന് മേലും മത്സ്യത്തിന് മേലും ആകാശത്തിന് മേലും പർവ്വജാതികളുടെ മേലും സർവ്വഭൂമിയെ മേലും വാഴുവാൻ ദൈവം ഇത് അധികാരം കൊടുത്തു. പക്ഷെ ഈ വാഴ്ച നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി പ്രിയരെ. അപ്പൊ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? നമ്മൾ പാപം ചെയ്തത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനുകളും വ്യത്യാസം വന്നു. അപ്പൊ അതിനു മുമ്പ് ആദാമും ഹവ്വയും ദൈവത്തിന്റെ ഹിതപ്രകാരം വിവാഹം കഴിച്ചു. ദൈവഹിതപ്രകാരം അവർ കുടുംബജീവിതം നയിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയ ശേഷം നമ്മൾ എങ്ങനെ പാവം വിജയിച്ച കുടുംബജീവിതത്തിൽ നിന്നും താഴേക്ക് വീണിട്ട് പ്രശ്നങ്ങളുടെ കുടുംബജീവിതം നടക്കുവാൻ ആരംഭിച്ചു, അതും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് ഇപ്പൊ തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിന്നാ വന്നത്, ഇനി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്, ആ ഒരു കാര്യം കൂടി ആദ്യം മനസ്സിലാക്കിയ ശേഷമാണ് നമ്മുടെ അടുത്ത കുടുംബജീവിതത്തിന് അടുത്ത ഫോക്കസിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ വന്നത് നമ്മുടെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നു. ഓക്കെ, ഇനി ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിന്നും വിജയിപ്പിച്ചിട്ട് തിരിച്ച് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ പ്രവേശിപ്പിക്കണം. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ ഭൂമിയിലേക്ക് പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ തനിയെ ഇരിക്കുമോ? ഇല്ല. നിങ്ങളെ കൂടെ നയിക്കുവാൻ വേണ്ടി ദൈവം തന്നെ നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ കൂടെ നടക്കുക. കാരണം ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന സമയം വരെയും കർത്താവ് നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, നീ വന്നത് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മക്കളാണ്. മക്കളെ തിരിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ നിന്നെ ഇവിടെ അയക്കുന്ന എന്തിനാണ്? നീ വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് നിനക്കൊരു എക്സാം ഉണ്ട്, ഒരു പരീക്ഷയുണ്ട് ഭൂമിയിൽ. ആ പരീക്ഷ പാസ്സാകണം. ആ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം മനസ്സിലായല്ലോ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുടുംബജീവിതം എന്താണ് പണിയണ്ടേന്ന്, എവിടെയാണ് കുടുംബജീവിതം പണിയണ്ടേ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സക്സസ് ആയിട്ടുള്ള കുടുംബജീവിതത്തെ കുറിച്ചൊരു കാര്യങ്ങൾ നോക്കാം. ഉൽപ്പത്തി 2-ാമത്തെ കാര്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അതിന് പറയുന്നത് ഇങ്ങനെയാണ്, ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ സകല മൃഗങ്ങൾക്കും പേരിട്ടു. പക്ഷെ അടുത്ത എന്താ സംഭവം എന്ന് അറിയോ? മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടില്ല. അപ്പൊ മനുഷ്യൻ നോക്കിയപ്പോ എല്ലാ മൃഗങ്ങൾക്കും തക്കതായ തുണയുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒരു തുണ ലഭിച്ചില്ല എന്നുള്ളൊരു വിഷമത്തിൽ ആദാം ദൈവത്തോട് പറയാനിടയായി. അപ്പൊ ഉടനെ തന്നെ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢ നിദ്ര വരുത്തി. അപ്പൊ ദൈവം എന്ന് വെച്ചാൽ നല്ലൊരു ഉറക്കം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കൊടുത്തു. ഇത് കൊടുത്ത ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നും എടുത്ത് വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി മാറ്റി. അപ്പൊ
സ്ത്രീനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മനുഷ്യന്റെ വാരിയലിൽ നിന്നുമാണ് മാംസം പിടിപ്പിച്ചിട്ട് സ്ത്രീയെ ഉണ്ടാക്കി. അപ്പൊ ആ ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ദൈവം ചെയ്തത്? മനുഷ്യനെ കുറിച്ച്. ഓക്കെ. അപ്പൊ അടുത്തൊരു കാര്യം പറയുന്നത്, അപ്പോൾ ആദാം, ഇതാ ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസവും ആകുന്നു. ഇവൾ നാരിൽ നിന്നും എടുത്തിരിക്കുന്നാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, ദൈവത്തിന്റെ മനുഷ്യന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥി എടുത്തുകൊണ്ട് അവൾക്ക് എന്തായി? സ്ത്രീ ആയി തീർന്നു അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം പ്രോസസ്സിങ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതം ആദ്യം സ്റ്റാർട്ടായി. അടുത്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിലേക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ അടുത്തൊരു വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബജീവിതം പാപം ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ കുടുംബജീവിതം, ആദാമും ഹവ്വയുടെ കുടുംബജീവിതം വൻ വിജയമായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. അതാണ് ഇവിടെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പാപം മുഖാന്തരമാണ് നമ്മുടെ കുടുംബജീവിതം തകർന്നു പോയിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതുകൊണ്ട് പുരുഷൻ അപ്പനെ, അപ്പൊ നമുക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. പ്രിയരെ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ നൽകി തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വിവാഹപ്രായമാകുന്നത് വരെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാനും ആ കുഞ്ഞിന്റെ മേൽ ഭരിക്കുവാനുള്ള അധികാരം മാതാപിതാക്കൾക്കുണ്ട്. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഒരു ഭാര്യയോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ നിങ്ങൾക്ക് അവരുടെ മേൽ അധികാരമില്ല. ഈ അധികാരം ചേഞ്ചായി. ഇത്ര നാൾ നിങ്ങൾ നോക്കുവാനുള്ള അധികാരം മാതാപിതാക്കൾ തന്നെങ്കിൽ, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് പറയും, മുപ്പരിച്ചേർന്ന് അറ്റുപോകത്തില്ല. പിന്നെ അധികാരം കൈമാറിയത് ആർക്കാണ്? സ്വർഗത്തിലെ ദൈവത്തിനാണ്. പിന്നെ അതൊരു കുടുംബമായി തീരും. ഭാര്യയും ഭർത്താവും പറ്റിച്ചേർന്നാൽ അതിന്റെ മധ്യ ആരുണ്ട്? ദൈവമുണ്ട്. പിന്നെ അതിന്റെ ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ്. പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ റോളില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ ഭാര്യയോട് പറ്റിച്ചേരും. അപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കീഴിലായി, ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായി എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് പറയാം, മനുഷ്യനും ഭാര്യ ഇരുവരും ഒരു നഗ്നരായിരുന്നു. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് ഇവർ നഗ്നരായിരുന്നു. ഇന്ന് നഗ്നരെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പരസ്പരം പുരുഷന് വേണ്ടത് എന്താണെന്നും സ്ത്രീക്ക് വേണ്ടത് എന്താണെന്നും വ്യക്തമായി നല്ല ബോധ്യമുണ്ടായിരുന്നു. അവർക്ക് അവിടെ തെറ്റുകളൊന്നുമില്ല. പുരുഷന് ഇന്ന കാര്യം ചെയ്യണമെന്നും സ്ത്രീക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള വ്യക്തമായ ബോധ്യം ആർക്കുണ്ടായിരുന്ന? ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദൈവം അവിടെ സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സബ് കോൺഷ്യസ് മൈൻഡ്, ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ് അവിടെ വളർത്തിയത്. അവിടെ അശുദ്ധി ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിന്റെ അകത്ത്, അല്ലെങ്കിൽ ഈ മനസാക്ഷിയുടെ അകത്ത് അശുദ്ധി എന്നൊരു സംഭവം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പരസ്പരം എന്തായിരുന്നു? വിശുദ്ധമായി ആയിരുന്നു വിവാഹ ജീവിതത്തിൽ അവർ ജീവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും, അവർ പരസ്പരം ഭർത്താവിന് കൊടുക്കേണ്ട സപ്പോർട്ടും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കെയറും കൊടുത്താണ് ആദാവും ഹവ്വയും സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. അടുത്ത പ്രശ്നം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പാവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. പാപം മുഖാന്തരം അവരുടെ കുടുംബം തകർച്ചയിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെയാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സക്സസ് ആയിട്ടൊരു ഫാമിലി ലൈഫ് ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇനി ആദാമും ഹവ്വയും പരാജയപ്പെട്ട ഒരു കുടുംബജീവിതം. അവിടെ നിന്നും പിന്നെ കുടുംബം എങ്ങോട്ട് പണിയണം, എങ്ങനെയാണ് പണിയണ്ടേന്നുള്ള കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായ ശേഷം മാത്രമേ അടുത്ത നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ പാപം ചെയ്തിരിക്കുന്ന ആദാമും ഹവ്വയുടെ കുടുംബത്തിന് വിള്ളലുകൾ വന്നു. അപ്പൊ ഈ വിള്ളലുകളാണ് ഇപ്പോ നമ്മൾ ലൈഫ് മൊത്തം സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് നഗ്നത തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. അവരെ തന്നെ മനസ്സിലാക്കുവാനുള്ള കഴിവും അവരുടെ കയ്യിലില്ല. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകണ്ടേ? നേരത്തെ ജീവിച്ചതുപോലെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത്ര കാര്യം നിങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്ന്, നമ്മൾ എവിടെ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു, എവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് തിരിച്ചു പോകും. അടുത്തത് സക്സസ് ആയി ഭാര്യനെ
ഭാര്യയും ഭർത്താവും എങ്ങനെയായി സക്സസ് ആയിട്ട് ജീവിച്ചത് എങ്ങനെയായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാം. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.